ക്ലാസ്സിലിരിക്കുന്ന ഈ സിസ്റ്റർക്ക് നമ്മളൊക്കെ ഇത്ര നേരം ലഹരിയെക്കുറിച്ച് കുറേ കേട്ടില്ലേ? ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? ഞാൻ 2-3 കാര്യം നമ്മൾ സ്വപ്നം കൂടി കാണും. നമ്മുടെ ചെറിയ പ്രായത്തിൽ ധാരാളം നമുക്കൊരിക്കലും ലഹരി ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ കാണും. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞ ഒരു വാക്കുണ്ട്, കേട്ടിട്ടുണ്ടാവില്ലേ? ഡ്രീം 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 ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. കേട്ടിട്ടുണ്ടോ? എന്താണ് ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്വപ്നം അല്ലേ? ഡ്രീം 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 ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ്. നമ്മൾ ഒരുപാട് സ്വപ്നം കാണുമെന്ന് പറഞ്ഞു. അതേപോലെ പറഞ്ഞ ഒരു വ്യക്തിത്വമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ച ഒരു മഹാനവറുകളാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ നമ്മളോട് പറഞ്ഞൊരു കാര്യം അല്ലേ? അത് പറഞ്ഞേ, റൈസ് ആൻഡ് അവേ ആൻഡ് സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് റീച്ച്ഡ്. എന്ത് ചെയ്യണം? റൈസ് ആൻഡ് അവേ. എന്താ റൈസ് ആൻഡ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണർന്നിരിക്കണം അല്ലേ? ഉണർന്ന് ഉപബോധം മനസ്സോടിയിരിക്കണം കേട്ടോ. സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് റീച്ച്ഡ്. നമ്മുടെ ലക്ഷ്യം നേടുന്നത് വരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് വിവേകാനന്ദൻ നമ്മളോട് ഉദ്ഘോഷിക്കുന്നത് അല്ലേ? ശരിയല്ലേ? അതേപോലെയാണ് ആരും പറയുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാം. അവരെന്താ പറഞ്ഞേ? സ്വപ്നം കാണണം, സ്വപ്നം കാണണം. ഈ സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മൾ കുറേ കഴിഞ്ഞാൽ ഈ സ്കൂളിൽ നിന്ന് വിടപെടുന്നു അല്ലേ? ശരിയല്ലേ? ഒരു 7ാം ക്ലാസ് കഴിയുമ്പോഴേക്കും വിടപെടുന്നു. നമുക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടാണ് ഈ സ്കൂളിൽ നമുക്ക് പോകുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? ഓക്കെ, ഉണ്ടോ? അളവ് സ്റ്റാൻഡ് ഒന്നൊരു ഉഷാറാണ്. റെഡിയാക്കി എന്താ പറയുക? ചേട്ടൻ Are you ready? Are you ready? Great. Sit down. Now close your eyes. Now close your eyes. കണ്ണുകളൊക്കെ അടയ്ക്കും. അടച്ചോ? എല്ലാവരും കണ്ണുകൾ അടച്ച്. കണ്ണുകൾ അടച്ചോ? ഓക്കെ ആണോ? ഓക്കെ. ഞാൻ 1 എന്ന് പറയുമ്പോൾ സ്ലോലി നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രീത്തിങ് എടുക്കണം കേട്ടോ. നാഡീശുദ്ധിയുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്, യോഗയുടെ ഭാഗമാണ്. പക്ഷെ എന്ത് ചെയ്യാം? ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? കണ്ണുകളൊക്കെ അടച്ചിട്ട് I say 1, then what you want to do? then 1 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യണ്ടേ? മെല്ലെ ബ്രീത്തിങ്, വലിയ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അല്ലേ? then 2 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടണം. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ. I say 1, slowly take it. Slowly, okay? 2, slowly പുറത്തേക്ക് വിടും. അതൊക്കെ ചിന്തകളൊക്കെ പോകണം. ഒന്നും ചിന്തിക്കരുത്. മനസ്സ് റിലാക്സ് ആയിട്ടിരിക്കും. ഒരു 5 തവണ ചെയ്യാം. റെഡിയല്ലേ? once again 1, 2, സ്ലോലി ചെയ്താൽ കേട്ടോ. 1, 2, 1, 2, 1, 2, 1, 2. റിലാക്സ് ചെയ്യും. മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് ഓക്കെ. എന്നിട്ട് മെല്ലെ ആരും കണ്ണു തുറക്കരുത്. മനസ്സിൽ വിചാരിക്കുക, ദൈവം എനിക്ക് നൽകിയ പടച്ചോൻ അല്ലെങ്കിൽ സർവേശ്വരൻ എനിക്ക് നൽകിയ ജീവനാണ് ഈ ശരീരത്തിൽ ഓടുന്നത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബുദ്ധി എല്ലാം സർവേശ്വരൻ നൽകിയതാണ് അല്ലേ? ശരിയല്ലേ? മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരും. റെഡിയാണോ? റെഡിയാണോ? ഞാൻ ഇത്ര നേരം ശ്വാസം ഇങ്ങനെ വിടുമ്പോൾ എൻ്റെ എല്ലാ നെഗറ്റീവായ ചിന്തകളും ഞാൻ പുറത്തേക്ക് വിടുന്നു എന്ന് ചിന്തിക്കും. ഐ നെവർ തിങ്ക് അബൌട്ട് ഓൾ നെഗറ്റീവ്. എല്ലാ നെഗറ്റീവും മോശമായ ചിന്തകൾ മുഴുവൻ ഞാൻ ഇതാ ഈ ശ്വാസത്തിലൂടെ പുറത്തേക്ക് വിടുന്നു മനസ്സിലേക്ക് കരുതാം. കരുതിയോ? കരുതിയോ? റെഡിയാണോ? ഓക്കെ. മെല്ലെ ശ്വാസം വരെ എടുക്കുമ്പോഴും മനസ്സിൽ കരുതാം. അതായത് പ്രപഞ്ചത്തിൽ ഒരു ഭയങ്കര വെളിച്ചം, ഭയങ്കര ലൈറ്റിംഗ്, ഒരു അറിവും എന്നിലേക്ക് പാസ് ചെയ്യുന്നത് മനസ്സിൽ കരുതുക. ഒരു ലൈറ്റിംഗ് എന്നിലേക്ക് പാസ് ചെയ്യുന്നത് കരുതുക. മനസ്സിലേക്ക് എന്താ കരുതേണ്ടത്? ഒരു ലൈറ്റിംഗ് എന്നിലേക്ക് പാസ് ചെയ്യുന്നത് കരുതുക. നമ്മളിലേക്ക് ഓരോരുത്തരും കണ്ണടച്ചുകൊണ്ട് ചെയ്യണുണ്ടോ? റെഡിയാണോ? റെഡിയാണോ? ഓക്കെ. ഞാനിനി 1 എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ശ്വാസം എടുക്കത്തേക്ക് കരുതണം. 1, വലിയ ശ്വാസം.
മനസ്സും. അപ്പോൾ കരുതേണ്ടത് ഒരു പ്രപഞ്ചത്തിലെ ഒരു വെളിച്ചത്തെ ഞാൻ എൻ്റെ ശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. 2 എന്ന് പറയും, എല്ലാം പുറത്തേക്കുണ്ട്. ഓക്കെയാണോ? 1 2 റിലാക്സ് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യും, സാധാരണ ബ്രീത്ത് ചെയ്യും. എന്നിട്ട് മനസ്സിൽ കരുതുക, ഞാൻ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല. എൻ്റെ മനസ്സുകൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് കരുതുക, ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന് മനസ്സുകൊണ്ട് കരുതിയോ? ഓക്കെയാണോ? ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കും അച്ഛനും അമ്മയ്ക്കും എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഞാൻ എന്നും ഒരു തണലായി അവരെ സംരക്ഷിക്കും. മനസ്സിൽ കരുതുക, എൻ്റെ മാതാപിതാക്കളെ ഞാൻ എന്ത് ചെയ്യും? നന്നായി സ്നേഹിക്കും. മനസ്സിൽ കരുതിയോ? ഉപ്പയും ഉമ്മയായിക്കോട്ടെ, അച്ഛനും അമ്മയുമായിക്കോട്ടെ, മറ്റാരോ ആയിക്കോട്ടെ, അവരെ മനസ്സിലേക്ക് ഇങ്ങനെ കരുതുക. അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ സ്കൂളിലേക്ക് അയക്കുന്നത്, അല്ലേ? ശരിയല്ലേ? ഒരുപാട് ജോലി ചെയ്യുമ്പോൾ പ്രയാസപ്പെടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. ശരിയല്ലേ? നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് ആലോചിച്ച് നോക്കി. റെഡിയാണോ? വേദനിച്ച് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ സ്കൂളിലേക്ക് ഇങ്ങനെ അയക്കുന്നത്. ഓരോ ദിവസവും കഷ്ടപ്പെട്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ശരിയല്ലേ? മനസ്സിൽ ഇങ്ങനെ കരുതുക. അവരുടെ മുഖം ഇങ്ങനെ മനസ്സിൽ കാണും, അവരുടെ മുഖത്തിൽ ഇങ്ങനെ മനസ്സിലേക്ക് വരട്ടെ. ഓക്കെയാണോ? മനസ്സിൽ കാണുന്നുണ്ടോ? അച്ഛനും അമ്മയും മനസ്സിലേക്ക് വരണം, ഉപ്പയും ഉമ്മയും മനസ്സിലേക്ക് വരണം. വരുന്നുണ്ടോ? സ്നേഹമുള്ള അച്ഛൻ, സ്നേഹമുള്ള അമ്മ, സ്നേഹമുള്ള ഉപ്പ, സ്നേഹമുള്ള ഉമ്മ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരണം. വരുന്നുണ്ടോ? അവരെയൊക്കെ ഓർത്തുകൊണ്ട് മനസ്സുകൊണ്ട് പറയണം, ഞാൻ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല. എൻ്റെ ജീവിതത്തിലുടനീളം ലഹരി ഞാൻ ഉപയോഗിക്കില്ല. ഓക്കെയാണോ? മനസ്സിൽ പറഞ്ഞോ? എല്ലാ കണ്ണുകളും നോക്കി പറഞ്ഞോ? ഓക്കെയാണോ? ഞാനൊരു സ്കൂളിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അനുഭവം പറയട്ടെ. ഇതേപോലെ പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറും അതുപോലെ ഫിലിപ്പ് അമ്പാട് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറിനെ കേട്ടിട്ടുണ്ടോ? അല്ലേ? ഫിലിപ്പ് അമ്പാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പിന്നെ ഫിലിപ്പ് അമ്പാട് ഇതുവരെ ക്ലാസ് എടുക്കാൻ പോകും. അങ്ങനെ ആ ഓഫീസർ ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു അനുഭവം, +2 വരെ നന്നായി പഠിച്ച ഒരു കോളേജിൽ പഠിച്ചൊരു വിദ്യാർത്ഥി, ആ പഠിച്ചൊരു വ്യക്തി നന്നായി പഠിച്ചു കഴിഞ്ഞ ശേഷം അയാൾ പഠിക്കാൻ വേണ്ടി എവിടെ പോയി? ബാംഗ്ലൂരിൽ പഠിക്കാൻ. അറിയില്ലേ? കുറേ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ബാംഗ്ലൂരെത്തി. അങ്ങനെ ബാംഗ്ലൂരെത്തിയ സമയത്ത് കുറേ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും ഉണ്ടാവും, അല്ലേ? ശരിയല്ലേ? നമുക്ക് ധാരാളം കൂട്ടുകാരികളില്ലേ? അതേപോലെ ധാരാളം കൂട്ടുകാരികൾ. അപ്പോൾ അതിലൊരു കൂട്ടുകാരൻ തമാശയ്ക്ക് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യും, ഞാനൊരു ചോക്ലേറ്റ് നിനക്ക് തരാം, നീ കഴിച്ചു നോക്കും, ഇങ്ങനെ. അങ്ങനെ ആ ചോക്ലേറ്റ് ആ കുട്ടി എന്തെങ്കിലും പറയും, ആ ചോക്ലേറ്റിൻ്റെ പുതിയൊക്കെ കഴിച്ചിട്ട് വായിലേക്ക് ഇട്ടു, അല്ലേ? ആദ്യം വിടേണ്ട താമസം. ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവാം? അതിൽ ലഹരി ഉണ്ടായി, അല്ലേ? അപ്പം എല്ലാവരും കഴിച്ചപ്പോൾ അറിയാതെ അതിൻ്റെ അഡിക്റ്റായി പോയി. അങ്ങനെ ആ കുട്ടിക്ക് പിന്നെ പിറ്റേ ദിവസം അതേപോലെ വീണ്ടും വല്ലാത്തൊരു തോന്നൽ, മനസ്സിൽ കരുതാൻ പഠിക്കേണ്ട, എനിക്ക് ഈ മുട്ടായി വേണം. അങ്ങനെ ഓരോ ദിവസവും എന്ത് ചെയ്തു, അവൻ ആ സുഹൃത്തിനെ കാണുന്നത്. പിന്നെ ആ സുഹൃത്ത് ചോദിച്ചു, ഇനി വേണമെങ്കിൽ പൈസ വേണം. എന്താ വേണ്ടത്? പൈസ വേണം. അപ്പോൾ അവരെന്ത് ചെയ്തു, പൈസ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ആകെ പേച്ചാണ്. അങ്ങനെ വെക്കേഷനിൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ കാണുന്ന മാതാപിതാക്കളുടെ പ്രോപ്പർട്ടിയിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് എന്ത് ചെയ്തു, സുഹൃത്തിന് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുത്ത് ഒരു ദിവസം ലഹരി ഇങ്ങനെ ഉപയോഗിച്ച് അവരൊന്നും തിരിച്ചറിയാൻ. ഒരു ദിവസം നോക്കുമ്പോൾ അവൻ്റെ മാതാവിൻ്റെ കഴുത്തിലുള്ള ആ താലിമാല ഉണ്ടാവുമല്ലോ, അവിടെ കിടക്കുന്നുണ്ടാവില്ലേ, ഇത് കണ്ടിട്ട് വലിച്ച് പറിച്ചെടുക്കാൻ ശ്രമിച്ചു. കട്ടിയുള്ള ചേന അങ്ങനെ പറിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആ അമ്മയുടെ കഴുത്തിങ്ങനെ ഇറുകിപ്പോയി. അങ്ങനെ ആ മാതാവ് എന്ത് ചെയ്തു, മരിച്ചു. ഇത് ഫിലിപ്പ് അമ്പാട് സാറ് പറഞ്ഞതാണ്. അങ്ങനെ മരണപ്പെട്ടു. അങ്ങനെ അതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല. അവനെന്ത് ചെയ്തു, ഈ ലഹരിൻ്റെ കൊണ്ട് ഉമ്മയെയും ഉപ്പയെയും തിരിച്ചറിയാൻ പറ്റാത്ത, മാതാപിതാക്കളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവൻ പോയി. അങ്ങനെ അവൻ്റെ ജീവിതം എന്ത് ചെയ്തു,
എന്നേക്കുമായി അവിടെ അവസാനിച്ചു, അവർ മരണപ്പെട്ടു. ലഹരി കിട്ടാതെ ഒരു മുറിയിലിട്ട് പൂട്ടി വെച്ച പോലെ ഒരു ലഹരി കൊടുത്ത് അവർ മരിച്ചു പോയി. അപ്പോൾ ലഹരികൾ ഉപയോഗിച്ച് എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതം പോകും അല്ലേ? മാതാപിതാക്കൾ നമ്മളോടൊപ്പം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നല്ല കുട്ടികളാവണം. ഉണ്ടാവൂലേ? മനസ്സിൽ കരുതണം കേട്ടോ. ഉണ്ടാവൂലേ? നമുക്കൊക്കെ കാണാത്തപ്പോൾ മനസ്സുകൊണ്ട് ആരോടും വിദ്വേഷമോ വെറുപ്പോ നമുക്കുണ്ടാവാൻ പാടില്ല. എല്ലാവരെയും സ്നേഹിക്കണം വേണ്ടേ? ഒരാളോടും വെറുപ്പുണ്ടാവരുത് കേട്ടോ. അത് വെറുപ്പുണ്ടായിരുന്ന സംഭവിക്കാനോ നമ്മുടെ മനസ്സിങ്ങനെ ദുഷിച്ചു പോയി. അതുകൊണ്ട് എല്ലാവരും സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാക്കുക. നെഗറ്റീവായ ചിന്തകളൊക്കെ ഒഴിവാക്കുക. പോസിറ്റീവായ ചിന്തകൾ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യട്ടെ? നമുക്ക് ഇനിയുള്ള ജീവിതം ഈ ലഹരി വിരുദ്ധ ദിവസം നമുക്ക് എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. ഉണ്ടാവൂലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സർവേശ്വരൻ